നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്തുള്ള 35 പ്രധാനപ്പെട്ട MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 35 ചോദ്യങ്ങൾക്കകത്ത് നിന്ന് കട്ട് ഓഫ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 27 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 27 മാർക്ക് നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന മാർക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? എന്താണ് ചോദ്യം? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുള്ള വർഷം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2012 ഓക്കെ, ഇപ്പോൾ 2012 എന്ത് ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുള്ള വർഷം ഏതാണ്? 2012 അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പമ്പയിൽ നടക്കുന്ന വള്ളംകളികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ പമ്പയിൽ നടക്കുന്ന വള്ളംകളികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ നോക്കാം നമുക്ക്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പാ നദിയിൽ നടക്കുന്ന വള്ളംകളി തന്നെയാണ്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇതും പമ്പാ നദിയിൽ നടക്കുന്ന വള്ളംകളി തന്നെയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി ഇതും പമ്പാ നദിയിലെയാണ്. പക്ഷേ നെഹ്റു ട്രോഫി ഇവിടുത്തെ അല്ല, പമ്പാ നദിയുടെ വള്ളംകളി അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് കേരളത്തിൽ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥകൾ ഏതാണെന്നാണ് നമ്മളുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അല്ലേ. അപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. 2 ഓപ്ഷൻസും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചി, പാലക്കാട്, തലശ്ശേരി, തിരുവനന്തപുരം. ഇതിലെവിടെയാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം വന്നതെന്നാണ് നമ്മുടെ ചോദ്യം. എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണല്ലേ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം വന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ഓക്കെ അല്ലേ. അപ്പോൾ കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം എവിടെയാണ് വന്നത്? തിരുവനന്തപുരത്താണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആനയാണല്ലേ. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആനയാണ്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. അത് എവിടെയാണ്? നമ്മുടെ പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കണ്ണൂരിലാണ് അല്ലേ. അപ്പോൾ കണ്ണൂരിലാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? കണ്ണൂരിലാണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നമ്മുടെ 7ാമത്തെ ചോദ്യം. ഏതാണ്? നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരമാണ് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണെന്നും അറിഞ്ഞിരിക്കുക. 8ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള സംസ്ഥാന നമ്മുടെ കരകൗശല വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. 9ാമത്തെ ചോദ്യം, പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ ഒലവങ്കോടാണ് കേട്ടോ. അപ്പോൾ ഒലവങ്കോടിലാണ് എന്തുള്ളത്? പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഒലവക്കോടിലാണ് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം. ഓക്കെ, നമുക്കത് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. തവനൂരിലാണ് കേട്ടോ. അപ്പോൾ തവനൂരിലാണ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? തവനൂരിലാണെന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ദൂരം എത്രയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഇതൊക്കെ സിമ്പിൾ ബേസിക് ഫാക്റ്റുകളാണ്.
560 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യം, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണല്ലേ. അപ്പോൾ കേരളം തന്നെയാണ് ലഗൂണുകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതെന്നാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ മാസത്തിലാണല്ലേ. അപ്പോൾ ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. എവിടെയാണത്? നമ്മുടെ നീലേശ്വരത്താണ്. ഓക്കെ, അപ്പോൾ നീലേശ്വരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത്. എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക? നീലേശ്വരത്താണ് കേട്ടോ. നീലേശ്വരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത്. നീലേശ്വരത്താണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം. നൂറനാടാണ്. അപ്പോൾ കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? നൂറനാടാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ 16ാമത്തെ ചോദ്യം. എവിടെയാണത്? നമ്മുടെ കേരളം തന്നെയാണ് അല്ലേ. അപ്പോൾ കേരളത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത 17ാമത്തെ ചോദ്യം, ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? നമ്മുടെ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഏതിനെയാണ് നമ്മുടെ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത്? നമ്മുടെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അല്ലേ. അപ്പോൾ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ബ്രാസ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ബ്രാസ് പഗോഡ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ജലഗതാഗത കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ജലഗതാഗത കേന്ദ്രം ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വേമ്പനാട് കായലാണ്. അപ്പോൾ വേമ്പനാട് കായലാണ് കേരളത്തിലെ ജലഗതാഗത കേന്ദ്രം. എന്താണ്? വേമ്പനാട് കായലാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടി ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്കടുത്ത് 19ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിലെ ഏക സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ സൈനിക സ്കൂൾ എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കഴക്കൂട്ടത്താണല്ലേ. അപ്പോൾ കഴക്കൂട്ടത്താണ് കേരളത്തിലെ ഏക സൈനിക സ്കൂൾ. എവിടെയാണ്? കഴക്കൂട്ടത്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രം. ഓക്കെ, ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രം എവിടെയെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. എവിടെയാണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കോട്ടയത്താണ് കേട്ടോ. അപ്പോൾ കോട്ടയത്തിലാണ് ഇലവീഴ പൂഞ്ചിറ ടൂറിസ്റ്റ് കേന്ദ്രം. എവിടെയാണ്? കോട്ടയത്താണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ജില്ല ഏതെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഏതാണ്? നമുക്ക് ഈ ഒരു ചോദ്യം വരാൻ നേരത്തെ നമ്മുടെ മനസ്സിൽ കേരളത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് എഴുതാൻ കഴിയുന്നതാണ് അല്ലേ. കോട്ടയം തന്നെയാണത്. കോട്ടയമാണെന്ത്? ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ജില്ല ഏതാണ്? നമ്മുടെ കോട്ടയമാണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. ഏതാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി? ഓപ്ഷൻ സി ആണ്. ശിരുവാണിയാണ് കേട്ടോ. അപ്പോൾ ശിരുവാണിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, കേരളത്തിലെ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ കടലുകളുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. എത്ര എണ്ണം ഉണ്ട് അങ്ങനെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 27 കേട്ടോ. അപ്പോൾ കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകൾ 27 ഉണ്ട്. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകൾ 27 ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 24ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്? നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പാലക്കാടാണ് കേട്ടോ. അപ്പോൾ പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്? പാലക്കാടാണെന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? പാലക്കാടാണ്. 25ാമത്തെ ചോദ്യം, പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? നമ്മുടെ 25ാമത്തെ ചോദ്യം. 1978 എന്ത് ചെയ്യുന്നത്? പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചപ്പോഴാണ് 1978 എന്ത് ചെയ്യുന്നത്? പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നത്.
26ാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് നമ്മുടെ 26ാമത്തെ ചോദ്യം. കണ്ണാടി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് ഇത് നമ്മുടെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രം ഏതെന്നാണ് ചോദ്യം. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രം ഏതെന്നാണ് നമ്മുടെ 27ാമത്തെ ചോദ്യം. ഒന്ന് വായിച്ചു നോക്കിയേ. കൊല്ലം കൊടുത്തിട്ടുണ്ട്, നീണ്ടകരയുണ്ട്, കോഴിക്കോടുണ്ട്, ആലപ്പുഴയുണ്ട്. ഇതിലേതാണ് പ്രസിദ്ധമായിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, നമ്മുടെ നീണ്ടകരയാണല്ലേ. അപ്പോൾ നീണ്ടകരയാണ്, നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? നീണ്ടകരയാണെന്ന് അറിഞ്ഞിരിക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. എവിടെയാണത്? നമ്മുടെ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. 29ാമത്തെ ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? NIT അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ 29ാമത്തെ ചോദ്യം. എവിടെയാണത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിൽ ചാത്തമംഗലത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാത്തമംഗലത്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? ചാത്തമംഗലത്താണ്. ഓക്കെ അല്ലേ? 30ാമത്തെ ചോദ്യം സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിക്കപ്പെട്ട കോട്ട ഏതാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിക്കപ്പെട്ട കോട്ട ഏതെന്നാണ് നമ്മുടെ 30ാമത്തെ ചോദ്യം. ഏതാണ് ആ കോട്ട? ഓപ്ഷൻ ബി ആണ്, ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിക്കപ്പെട്ട കോട്ടയാണെന്ത്? ചാലിയം കോട്ട. 31ാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ് നമ്മുടെ 31ാമത്തെ ചോദ്യം. ഏതാണത്? നമ്മുടെ മീശപ്പുലിമലയാണല്ലേ. മീശപ്പുലിമലയാണെന്ത്? കേരളത്തിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. 32ാമത്തെ ചോദ്യം മൂരാട് പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതെന്നാണ് ചോദ്യം. മൂരാട് പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതെന്നാണ് നമ്മുടെ 32ാമത്തെ ചോദ്യം. ഏതാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്നത്? നമ്മുടെ കുറ്റ്യാടിപ്പുഴയാണല്ലേ. കുറ്റ്യാടിപ്പുഴയാണ് മൂരാട് പുഴ എന്നറിയപ്പെടുന്ന പുഴ. ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് മൂരാട് പുഴ എന്ന് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാംസർ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളതിൽ റാംസർ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദിക്കുക. നമുക്ക് ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അഷ്ടമുടി കായൽ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വേമ്പനാട് കായൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാസ്താംകോട്ട കായൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കവ്വായി കായൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കവ്വായി കായൽ നമുക്ക് അങ്ങനത്തെ കളഞ്ഞൂടെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളിതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. 34ാമത്തെ ചോദ്യം കേരളത്തിലെ മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കേരളത്തിലെ മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? നമ്മുടെ 34ാമത്തെ ചോദ്യം. ഏതാണ് ആ മണ്ണിനം? സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. കേരളത്തിലെ 68% പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏതാണ്? പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏതാണ്? നമ്മുടെ 35ാമത്തെ ചോദ്യം. ഏത് ഡാമിനെയാണ് പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത്? നമ്മുടെ തെന്മല ഡാമാണ്. തെന്മല ഡാമിനെയാണ് പരപ്പാർ ഡാം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമ്പിളായിട്ടുള്ള കുറച്ച് 35 ചോദ്യങ്ങളാണെങ്കിലും ഇതിൽ പല ചോദ്യങ്ങളും നമ്മൾക്ക് തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു 35 ചോദ്യങ്ങൾ നിങ്ങൾ തീരെ സില്ലിയായിട്ട് കണക്കാക്കരുത്. 1-2 തവണ കണ്ട് ഈ ഒരു ചോദ്യങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതേപോലെ ഒരു 35-40 ക്വസ്റ്റ്യൻസ് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും പുതിയ വീഡിയോയിലേക്കും ക്ലാസ്സിലേക്കും ഒക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.